السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റൈറ്റ് സൊല്യൂഷൻ എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം കുട്ടികൾക്കുണ്ടാകുന്ന കണ്ണേറ് ബാധയെ പറ്റിയുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്കൊക്കെ അറിയാം, കണ്ണേറ് എന്നുള്ളത് ഒരു സത്യമാണ്. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണത്. അൽ ഐനു ഹക്കുൻ എന്നാണ്, കണ്ണേറ് സത്യമാണ്. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കണ്ണേറ് ബാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് മാഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങൾ പറയേണ്ടത്. കണ്ണേറ് ആരിൽ നിന്നും സംഭവിക്കാം. അത് സ്വന്തക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കണ്ണേറ് ബാധിക്കാം. കുഞ്ഞുങ്ങൾക്കും ബാധിക്കാം, മുതിർന്നവർക്കും കണ്ണേറ് ബാധിക്കാം. കണ്ണേറ് ഖബറിലെത്തിക്കും എന്ന് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇത് 100% ശരിയുമാണ്. കാരണം ചില ആളുകളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് ആയി സംഭവിക്കാറുണ്ട്. കണ്ണേറ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സംവിധാനിച്ചെടുത്ത ഒരു കാര്യമായിരിക്കാം. അതിൻ്റെ പിന്നിലുള്ള ഹുക്മ്, അതിൻ്റെ പിന്നിലുള്ള യുക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആ യുക്തി അതെങ്ങനെയാണ് അത് പ്രായോഗികമാകുന്നത്, ഒരാൾ പറഞ്ഞ കാര്യം നമുക്ക് എങ്ങനെയാണത് കണ്ണേറായിട്ട് സംഭവിക്കുന്നത്, അത് നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളത് അതിൻ്റെ യുക്തി അള്ളാഹുവിനെ മാത്രമേ അറിയാവൂ. സിഹർ പോലെ തന്നെ ഇപ്പോൾ സിഹർ എന്നുള്ളത് അത് ബാധിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതിലെ യുക്തിയും, അതായത് ഇപ്പോൾ നമ്മളൊരു മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട്, ഒരു കത്തി കൊണ്ട് ശരീരത്തിലേക്ക് കുത്തിയാൽ അതെങ്ങനെയാണ് മുറിയുന്നത്, അത് ആ കത്തി, മൂർച്ചയുള്ള കത്തിയിൽ മുറിയണം എന്നുള്ള ഒരു സബബ്, ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിഹറും കണ്ണേറും. അതൊക്കെ ഒരു സബബായിട്ട് അല്ലാഹു തീരുമാനിച്ച കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ കണ്ണേറ് ബാധിച്ചാൽ നാം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നാം ചെയ്തു കൊടുക്കേണ്ടത്, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദുആ ഓതി മന്ത്രിക്കുകയാണ് വേണ്ടത്. അതേതാണ് ആ ദുആ? കുട്ടികൾക്കാണിത് പെട്ടെന്ന് ബാധിക്കുന്ന കാര്യം, കുട്ടികൾക്കാണ്. കാരണം കുട്ടികളെ കാണുമ്പോഴാണ് പലതും പറഞ്ഞു പോകുന്നത്. അത് കുട്ടികളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. അവരുടെ കളിക്കൊഞ്ചലുകളും അതുപോലെ തന്നെ അവരുടെ സ്മാർട്ട്നെസ്സും അവരുടെ സംസാരവും അവരുടെ കളിയുമൊക്കെ കാണുമ്പോൾ പലതും പറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് മാഷാ അല്ലാ എന്ന് പറഞ്ഞ് അതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെ കണ്ണേറ് സംഭവിച്ചാൽ, ഇനി അത് കണ്ണേറ് സംഭവിക്കാതിരിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് കണ്ണേറ് സംഭവിക്കാതിരിക്കാനും കണ്ണേറിന് സംഭവിച്ചിട്ട് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ചെയ്യേണ്ടത്, അതിന് നാട്ടുമ്പുറങ്ങളിലൊക്കെ പിന്നെ എന്തൊക്കെയോ ക്രിയകളൊക്കെ ചെയ്യുന്നത് കാണാം. സ്വന്തം വീട്ടിൽ നിന്നൊക്കെ പലരും കണ്ണേറ് തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പഴമക്കാരായ സ്ത്രീകളൊക്കെ പിന്നെ എന്തൊക്കെയോ കണ്ണേറ് മാറ്റാൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതൊന്നുമല്ല വേണ്ടത്. ഇസ്ലാമികപരമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ ദുആ തന്നെയാണ് നാം ചൊല്ലേണ്ടതും. ആ ദുആ ഓതിയിട്ട് കുട്ടിയെ മന്ത്രിക്കാണ് വേണ്ടത്. അത് ഏതാണ് ആ ദുആ? ഔദു ബിൽ കലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. ഈ സ്ക്രീനിൽ ആ ദുആ കൊടുത്തിട്ടുണ്ട്. അത് ഓതിയിട്ട് കുട്ടിയെ രാവിലെയും വൈകുന്നേരവും മന്ത്രിക്കുക. ഇത് കണ്ണേറ് ബാധിച്ചാലും കുട്ടികൾക്ക് ശൈത്വാനിയത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ അതിൽ നിന്ന് സംരക്ഷണം തേടാനും
അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ദുആ തന്നെയാണ് മന്ത്രിക്കേണ്ടത്. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെ കുട്ടികൾക്കാണ് കണ്ണേറും ശൈത്വാനിയത്തിൻ്റെ ഉപദ്രവങ്ങളൊക്കെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം, അതായത് മഗ്‌രിബിൻ്റെ സമയം ആയാൽ പുറത്തു നിന്ന് കളിക്കുന്ന കുട്ടികളെ വീട്ടിനുള്ളിലേക്ക് കയറ്റി വീടിൻ്റെ വാതിലുകൾ അടക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് പിശാചുക്കൾ ഇറങ്ങുന്ന സമയമാണ്. കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കാൻ അവർ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വാതിലുകൾ അടക്കണം. വാതിലുകൾ അടക്കുമ്പോൾ, വാതിലുകളും ജനലുകളും അടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ അടക്കണം. ബിസ്മി ചൊല്ലിക്കൊണ്ട് അടച്ച വാതിലുകൾ ഒരിക്കലും പിശാചുക്കൾക്ക് തുറക്കാനോ അതിലൂടെ പ്രവേശിക്കാനോ സാധ്യമല്ല എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണ് സംരക്ഷണം അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവാണ് സംരക്ഷകൻ എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നാം ചെയ്യേണ്ടത്. കണ്ണേറിൽ നിന്നും ശൈത്വാനിയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ നാം ഈ പറഞ്ഞ ദിക്റുകൾ, ഈ പറഞ്ഞ ദുആ, ഔദു ബികലിമാത്തില്ലാഹി തമ്മത്തി മിൻ കുല്ലി ശൈത്വാനി വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് കുട്ടികളെ മന്ത്രിക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി കുട്ടികളെ എപ്പോഴും മന്ത്രിച്ചു കൊടുക്കുക. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെ സംരക്ഷിച്ചു കൊള്ളും. നമ്മുടെയൊക്കെ കുട്ടികളെ അള്ളാഹു എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും, കണ്ണേറിൽ നിന്നും, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ. അവൻ്റെ കാവൽ എന്നെന്നും നമ്മുടെ മക്കൾക്കുണ്ടാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.